ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കഞ്ഞിയും പുഴുക്കുമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് അവിടുത്തെ അന്നദാനം എന്ന് പറഞ്ഞാൽ കഞ്ഞി പുഴുക്കുമാണ്. ആ പുഴുക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ കാലത്ത് ഇടിച്ചക്കയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇടിച്ചക്കയും മുതിരയും കൂടിയിട്ടൊരു കൂട്ടാനും കഞ്ഞി, പിന്നെ ഒരു സൈഡിൽ ഒരു ഓലൻ, മത്തൻ കൊണ്ടുള്ള ഒരു ഓലനും. അപ്പൊ അതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അത് ഭഗവാന്റെ പ്രസാദമാണ്, പക്ഷെ അത് ഞാനൊന്ന് ഉണ്ടാക്കുന്നത് മാത്രം. അപ്പൊ ഇന്നലെ പോയി അതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഞാനത് പുറത്തെ അടുക്കളയിലാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര ചൂട്, അടുക്കളയിൽ ഇപ്പൊ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ ഈ കാലമായ ഞാൻ ഈ പുറത്തെ അടുക്കളയിലാവും അധികം ഉണ്ടാക്കുക. അപ്പൊ നല്ല വിറകും ഉണ്ട്, അപ്പൊ ഉണ്ടാക്കാനും സുഖമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം, അരിക്ക് ആവശ്യമായ വെള്ളം വെക്കാൻ പാടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് മുന്തി നിൽക്കണം, കഞ്ഞിയല്ലേ. പിന്നെ ഇത് തീ പിടിപ്പിക്കട്ടെ. അങ്ങനെ പുക ആവരുത് കേട്ടോ. ഓണത്തിന് അതെ, ഉണ്ടാക്കിയതിന് ശേഷം നമ്മള് ചക്ക വരട്ടി. അങ്ങനെ അതിനൊക്കെ നല്ല സുഖമാണ്. അടുപ്പത്ത് ഗ്യാസിനേക്കാളും സുഖമാണ്. വേഗം ഒരേമാതിരി കത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, പുക ചോദിക്കും. എന്താണ് ഇത് കഞ്ഞി. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരി ഇടാട്ടോ. അപ്പൊ ഒന്ന് കഞ്ഞി അങ്ങനെ കത്തിക്കുമ്പോഴേ നമുക്ക് പൊങ്കാല. ഞാനിപ്രാവശ്യം പൊങ്കാലയ്ക്കും പോയിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ല. എടുത്തില്ല വെച്ചാൽ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആയി എന്നൊന്നും എനിക്കറിയില്ല. അത്ര ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ പൊങ്കാല എന്ന് പറയുന്നതില്ലേ, ഒരു ഭയങ്കര ഒരു ഫീലാട്ടോ. പോവാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും പോണം. എന്താ വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ എന്തും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ആൾക്കാർ നിന്ന് പൊങ്കാലയുടെ രാവിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരു വെള്ളം കൂടിയും കുടിക്കാൻ പാടില്ല എന്നാ പറയാ. പിന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം പൊങ്കാല ഇടുമ്പോഴേക്കും ആൾക്കാരിങ്ങനെ ആ സർവീസും എല്ലാവർക്കും വെള്ളം, മോരും വെള്ളമായിട്ടും ജ്യൂസായിട്ടും തണ്ണിമത്തനായിട്ടും. അത് കഴിഞ്ഞ് പൊങ്കാല ഇട്ട് കഴിയുമ്പോഴേക്കും ഈ മാരത്തെ കല. അപ്പൊ എന്താ പറയാ, നമ്മൾ പൊങ്കാല ഇട്ട് കഴിയുമ്പോഴേക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാവും. അപ്പൊ ഒരു കൂട്ടായ്മയുടെ ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. ആദ്യത്തെ പ്രാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് പ്രാവശ്യം പിന്നെ ഞങ്ങള് ഒരു ഹോട്ടലിന്റെ മുന്നില് അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല സൗകര്യമായിരുന്നു ഇപ്രാവശ്യം പൊങ്കാലയുടെ. പിന്നെ എന്താ പറയാ, തൊഴാനായാലും ഭഗവതി കടാക്ഷിച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തൊഴാൻ പറ്റി. അവിടെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഒരു ഫീലാട്ടോ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോയി ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഇട്ടത് ഇടാം. പക്ഷെ അത് എത്രത്തോളം ക്ലിയർ ആയി എന്നൊന്നും അറിയില്ല. അത് എന്താണ് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. നല്ല ചൂടായിട്ടോ, തിളയ്ക്കാറായി. അപ്പൊ ഞാനൊരു 3/4 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഇത് നല്ല മട്ട അരിയാണ്, അതാണ് ഇടുന്നത്. അരി നല്ലോണം തിളച്ചു കേട്ടോ. ഇനി ഞാനേ ഈ ചട്ടിയില് പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ പുഴുക്കിന് ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞ് മുതിര ആദ്യം വേവിക്കട്ടെ കേട്ടോ. സാരില്ല. ഇത് മുതിര ഞാൻ 1 മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്. നമ്മൾ കുക്കറിലാണ് വെച്ചാൽ ഞാൻ വെള്ളത്തിലിട്ട് വെക്കാറില്ല. പക്ഷെ ഇത് ഇങ്ങനെ അടുപ്പത്താവുന്നേ വേവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പൊ ഞാൻ മുതിര 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വെച്ചതാണ്. ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നല്ല മണ്ണുണ്ടാവും. ഇത് മുതിര ഇട്ടില്ല. മുതിര ചൂടായി വരാനേ കുറച്ച് സമയം പിടിക്കും. ചട്ടി കഞ്ഞി റെഡി ആയിരിക്കുന്നു കേട്ടോ. ഇനി വെന്തു. കഞ്ഞി ചോറിനേക്കാളും നന്നായി വേവണേ. ഇനി കൊഴുപ്പുണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഇതിൽ ഇരുന്നിട്ട് തന്നെ നല്ലോണം വെന്തോളൂ. ഇത് എന്താ വെച്ചാ ഇതല്ലേ, ചട്ടിയല്ലേ, നല്ല ചൂട് കുറേ നേരം ഉണ്ടാവും. ഇതിപ്പോ മുതിര വെന്തു കിട്ടോ നന്നായിട്ട്. ഇനി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടിച്ചക്ക
ഇടാൻ പോവാണ് കേട്ടോ. ഇടിച്ചക്ക ഓൾറെഡി നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളാവണം കേട്ടോ. ഇത് ഒന്നും കൂടി വലിയ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി മുറിക്കട്ടെ. എന്താ വെച്ചാൽ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാ ഉണ്ടാവുക. ഇപ്രാവശ്യം പക്ഷെ ചക്ക കുറവായോണ്ടാ തോന്നുന്നു ഇപ്രാവശ്യം അങ്ങനെ ഇടിച്ചക്ക കണ്ടില്ല. വെറും മുതിര മാത്രമാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയ ഒരു ഇതാണ് കേട്ടോ. മുതിര അതെ, ഇടിച്ചക്ക അതെ. അപ്പൊ ഞാൻ ഇടിച്ചക്ക ഇതിലിടാൻ പോവാണ്. ആവശ്യം എന്താ വെച്ചാൽ നന്നായിട്ട് അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ക്യൂ നീങ്ങി കഞ്ഞി കുടിക്കാൻ പറ്റി. കുറച്ച് വെള്ളം വരട്ടെ. ഇത് കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇട്ടോ ഉണ്ടാവുക. എന്താ വെച്ചാൽ അങ്ങനെ പുഴുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയിലല്ലേ ഉണ്ടാവാറ്. ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ്. ഞങ്ങളിങ്ങനെ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഇതിന് കുറച്ച് വെള്ളം വേണം. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി. അധികം മുളക് പൊടിയുടെ എരിവ് ഉണ്ടാവില്ല. പിന്നെ ഉപ്പ്. നന്നായി വേവട്ടെ കേട്ടോ. കുറച്ചും കൂടി വെള്ളം പാരാ. എന്താ വെച്ചാൽ കഷ്ണം വേവുമ്പോഴേക്കും വെള്ളം കുറവാവും. ഈ മത്തങ്ങ കൊണ്ട് ഒരു ഓലൻ കേട്ടോ. നമ്മൾ കണ്ടാ വിചാരിക്കും പച്ചമത്തനാണ്, പക്ഷെ ഉള്ളു നോക്കൂ. ഇപ്പൊ കിട്ടുന്ന എല്ലാം അങ്ങനെയല്ല. എന്താ അത് കാരണമാവും? പഴയ വിത്തുകളല്ല. അല്ല. ആ അതെ, പുറംഭാഗം കളർ മാറില്ല. ഇത് ഓലന് നുറുക്കണ മാതിരി 2 പച്ചമുളക് ഇട്ടിടുന്നത്. നീളത്തിൽ കയറി കുറച്ച് ഉപ്പും, കുറച്ച് വെള്ളം വരുന്നല്ലേ, പെട്ടെന്ന് വേവണല്ലേ മത്തങ്ങ. 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് കഞ്ഞി വെച്ച അടുപ്പിലാട്ടോ വെക്കുന്നത്. പുഴുക്ക് റെഡി ആയിട്ടോ. നല്ല വെന്ത്, കഷ്ണങ്ങളൊക്കെ നല്ല വെന്തു. പിന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. എന്താ ഇങ്ങനെ കട്ടയിട്ടല്ല, അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും പാരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഉണ്ടാക്കുകയാണ്. അമ്പലത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല. അപ്പോൾ അത് നമ്മളുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, കണ്ടില്ല. അല്ല, അതൊക്കെ ഭഗവാന്റെ പ്രസാദല്ലേ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി പാർന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് ഇതിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് കട്ടായി പോവും ചട്ടിയിലത്തെ ചൂടുകൊണ്ട്. മത്തങ്ങയൊക്കെ നന്നായി ഉടഞ്ഞു കേട്ടോ. ഒന്നിങ്ങനെ ഉടയ്ക്കണം. വെള്ളം കറക്റ്റാണ്. ചെണ്ണ പാർന്ന് അടുപ്പിന്ന് വാങ്ങാം കേട്ടോ. കറക്റ്റ് വേവായി. പിന്നെ ഓലൻ, പിന്നെ പുഴുക്ക്. അപ്പൊ കഞ്ഞിയും പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെ, അവിടെ പാലട പ്ലേറ്റ് ആട്ടോ ഉണ്ടാവുക. ഇത് നമ്മളടുത്തില്ലാത്ത കാരണം ഈ പ്ലേറ്റില് ആദ്യം കഞ്ഞി, പിന്നെ നമ്മൾ ഇതിൽ സൈഡിൽ ഈ ഇലയുടെ ഒരു സൈഡിൽ കുറച്ച് ഉപ്പ്, പിന്നെ 2 പൂള് നാളികേരപ്പൂള്, പിന്നെ കുറച്ച് ശർക്കര, പിന്നെ ഓലൻ, പപ്പടം. പിന്നെ നമ്മുടെ പുഴുക്ക് സൈഡിലല്ല കേട്ടോ വിളമ്പുക. പുഴുക്ക് അവര് ഇതേമാതിരി അല്ല, കഞ്ഞിയിലാണ് വിളമ്പുക. എന്താ വെച്ചാൽ സൈഡ് ഡിഷ് വേറെയാണ്. ഇങ്ങനെ വിളമ്പി നമ്മള് പച്ചപ്ലായില കൂട്ട ഇതൊക്കെ കുത്താൻ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ അവകാശമാണ് ഇതൊക്കെ ഇങ്ങനെ കുത്തിണ്ടാക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സർവീസ് മാതിരി ചെയ്യാന്നാ പറയണേ. കുറെ ആൾക്കാരെ വിളമ്പാനൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇനി ഇതില് കുറച്ച് ഉപ്പിടുക. ഇതിലെല്ലാ രസങ്ങളും ഉണ്ട്. അതാവാം, ഈ നാളികേരുണ്ട്, പിന്നെ ശർക്കര ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഓലൻ, പിന്നെ പപ്പടം, പിന്നെ നമുക്ക് പുഴുക്ക്. അപ്പൊ ഇത് ശരിക്കും ഒരു സമ്പൂർണ്ണ ആഹാരം ആണിത്. അടിപൊളിയായിട്ടുണ്ട്.
പക്ഷെ ഭഗവാന്റെ പ്രസാദം മാതിരി അത് അവിടെ നിന്ന് കഴിക്കേണ്ട ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോ അവിടുത്തെ ഒരു അതെ, അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ അതെ, പക്ഷെ അതൊരു ഭയങ്കര, അത് കഴിച്ചവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കഴിക്കാത്ത ലോകത്തില് പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവർക്കൊന്ന് എങ്ങനെയാണ് ഈ അമ്പലത്തിലെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതൊരു അമ്പലത്തിലെ മാതിരി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അത് അവരെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊന്ന് കാണിക്കണമെന്ന് മാത്രം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയൂ കേട്ടോ. ഓക്കെ, ബൈ.